നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് പിണറായി സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, നേരത്തെ ജൂലൈ മാസം 30-ാം തീയതി അർദ്ധരാത്രിക്ക് രണ്ട് ഉരുൾപൊട്ടലുകൾ, ഈ രണ്ട് ഉരുൾപൊട്ടലുകളിലായിട്ട് 231 ജീവനുകളാണ് പൊലിഞ്ഞുപോയത്. ഏതാണ്ട് 62ഓളം കുടുംബങ്ങൾ പരിപൂർണമായും തുടച്ചു നീക്കപ്പെട്ടു. 78ഓളം പേര് ഇന്നും ഒരു അറിവുമില്ല. ഏതാണ്ട് 45ഓളം പേരെ തിരിച്ചറിഞ്ഞത് DNA ടെസ്റ്റുകളിലൂടെയാണ്. 183 വീടുകൾ അത് നിന്ന സ്ഥലം പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ വാഷ് ഔട്ട് ചെയ്തു പോയി. 140 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്നു. 170 വീടുകൾ ഭാഗികമായിട്ട്, 240 വീട് വാസയോഗ്യമല്ലാതായി മാറി. അങ്ങനെ മൊത്തത്തിൽ 638 വീടുകൾ ഈ ദുരന്തത്തിൽ നേരിട്ട് അഭിമുഖീകരിച്ചു എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയും. പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയും വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ഒക്കെയും ഈ പ്രദേശം സന്ദർശിക്കുകയും ഈ അതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടെന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ആ ദേശനിവാസികൾ നേരിട്ട മഹാൻ ദുരന്തത്തിലും അനുശോചനം അറിയിച്ചു എന്ന് പറയുമ്പോൾ ഇത് എത്രത്തോളം ഭീകരമായ ഒരു സംഭവമാണ് എന്നത്, എത്രമാത്രം ഇത് ഒരു നാടിനെ ബാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് ആ പ്രദേശം ഒന്ന് പോയി കാണുന്നവർക്ക് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്താതെ അവിടെ നിന്ന് മടങ്ങിപ്പോരാൻ പറ്റത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. ഈ ദുരന്തം നടന്ന സമയങ്ങളിലൊക്കെ, രക്ഷാപ്രവർത്തനങ്ങളിലൊക്കെ അതിലൊക്കെ പ്രവർത്തിച്ചവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ ഇതൊരിക്കലും എന്തെല്ലാം മറന്നാലും അവരിത് തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മറക്കത്തില്ല. കാരണം കരയുന്ന അല്ലെങ്കിൽ വിലപിക്കുന്ന ഉറ്റവരെ ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ടു പോയ വലിയൊരു സമൂഹത്തിന്റെ വിലാപം, രണ്ട് മലകൾക്കിടയിൽ ഒരു താഴ്വര പോലെ എല്ലാം ഒലിപ്പിച്ചു കൊണ്ടുപോയ ഒരു ദുഃഖത്തിന്റെ, മരണത്തിന്റെ, ഭീകരതയുടെ, ഭീതിയുടെ ഒരു താഴ്വരയായി മാറിയ മുണ്ടക്കൈ ചൂരൽമല, അവിടെ ചെന്നവർക്കറിയാം എങ്ങും വിലാപം തളം കെട്ടിക്കിടക്കുന്ന ഒരു വലിയ മഹാദുരന്തമായിരുന്നു അത്. ആ ദുരന്തത്തിൽ ഏതാണ്ട് 100 കണക്കിന് കുടുംബങ്ങൾ അത് ദുരന്തത്തെ അഭിമുഖീകരിച്ചു. അവിടെ നിന്ന്, ആ പ്രദേശത്ത് നിന്നുള്ള ജനങ്ങളെ മുഴുവനും ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഈ ജനങ്ങളുടെ പുനരധിവാസമാണ് ഇപ്പോൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ടൗൺഷിപ്പുകളാണ് ഇപ്പോൾ സർക്കാർ ആശയത്തെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒന്ന്, കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന എൽസൺ എന്ന് പറയുന്ന 2 പുനരധിവാസ പദ്ധതികളാണ് ഇപ്പോൾ സർക്കാരിന്റെ മുമ്പിൽ ഉള്ളത്. ഒന്ന്, കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് കിടക്കുന്ന എൽസൺ എസ്റ്റേറ്റ് ആണ്. അവിടെ 58.50 ഹെക്ടർ ഭൂമിയാണ് ഇപ്പോൾ സർക്കാർ ഈ ഒരു ടൗൺഷിപ്പിനായിട്ട് ഭൂമി ഏറ്റെടുക്കുവാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. നേരത്തെ ഒരു എയർ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് ഇതിന്റെ ചില പ്രദേശങ്ങളൊക്കെ സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട്. ഇനിയിപ്പോൾ അവർ എയർ സ്ട്രിപ്പ് അവിടെ വരാനുള്ള സാധ്യതയില്ല, മറിച്ച് അത് ഒരു പുനരധിവാസ മേഖലയാക്കി ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റുവാനാണ് സർക്കാർ ഇപ്പോൾ പദ്ധതി ഇട്ടിട്ടുള്ളത്. അവിടെ നിലവിൽ ഒരു 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളെയും ഇതിന്റെ ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും ഒരുപക്ഷെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടാകുക. രണ്ടാമത്, നെടുമ്പാലയിലെ HML എസ്റ്റേറ്റ്, ഇവിടെയും സർക്കാരിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ടാണ് ഇപ്പോൾ സർക്കാർ മുൻപോട്ട് പോകുന്നത്. ഈ പുനരധിവാസത്തിന്റെ
പ്രക്രിയകൾ അല്ലെങ്കിൽ ഈ പുനരധിവാസത്തിന്റെ പ്രവൃത്തികളും പ്രവർത്തനങ്ങളും അതിന്റെ ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ തന്നെയും കേന്ദ്രവും കേരളവുമായിട്ട് ഇതിൽ പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കേന്ദ്രവും കേരളവും ഈ കാര്യത്തിൽ പല കാര്യങ്ങളിലും ഉടക്കി നിൽക്കുകയാണ്. അപ്പൊ ഈ ഉടക്കൊക്കെ ഒരുപക്ഷെ ഈ പാവം പിടിച്ച ജനത്തിന്റെ പുനരധിവാസത്തെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. എന്നാലും ഒരാശ്വാസം, കോടതി ഇതിന്റെ ഇടയ്ക്ക് മധ്യസ്ഥനായിട്ട് നിൽപ്പുണ്ട്. കോടതി കൃത്യമായിട്ടുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് കോടതി മുമ്പോട്ട് പോയാൽ ഈ പറയുന്ന ജനങ്ങൾക്ക് ഒരുപക്ഷെ ആശ്വസിക്കാൻ വകയുണ്ട്. ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് നമ്മുടെ പിണറായി വിജയന്റെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഈ പറഞ്ഞ ഈ 2 ടൗൺഷിപ്പുകൾ എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന് ദുരന്ത നിവാരണ വകുപ്പിനാണ് ഇതിന്റെ മുഴുവൻ ചുമതലയും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പുനരധിവാസത്തിന്റെ മുഴുവൻ ചുമതലയും കൊടുത്തിരിക്കുന്ന ദുരന്ത നിവാരണ വകുപ്പിനാണ്. നിർമ്മാണ ചുമതല കൊടുത്തിരിക്കുന്ന ഊരാളുങ്കലിനാണ്. നേരത്തെ കേരള സർക്കാരിന്റെ പല പദ്ധതികളും അതിന്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഊരാളുങ്കലിനാണ് കൊടുത്തിട്ടുള്ളത്. അവർ തന്നെയാണ് ഈ ഒരു പുനരധിവാസത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കിഫ്ബിയുടെ കൺസൾട്ടൻസിയായ കിഫ്കോൺ ആണ് നിർമ്മാണ പ്രവൃത്തികളുടെ അതിന്റെ മേൽനോട്ടം. അപ്പോൾ കിഫ്ബിയുടെ കൺസൾട്ടൻസിയായ കിഫ്കോൺ ആണ് നിർമ്മാണ പ്രവൃത്തികളുടെ മേൽനോട്ടം നടത്തുക. അപ്പോൾ 2 ടൗൺഷിപ്പുകളിലായിട്ട് ഏകദേശം 1000 സ്ക്വയർ ഫീറ്റിലുള്ള വീടുകളാണ് നിർമ്മിച്ചു നൽകുക. അപ്പൊ എൽസൺ എസ്റ്റേറ്റിലാണെങ്കിൽ 5 സെന്റും 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടും. അതേസമയം ഈ HML എസ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ അവിടെ 10 സെന്റും 1000 സ്ക്വയർ ഫീറ്റും. രണ്ടും 2 സ്ഥലമാണ്. ഒന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ ഭാഗവും മറ്റേത് മേപ്പാടി പഞ്ചായത്തിന്റെ ഭാഗവുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അവിടുത്തെ മൂല്യം രണ്ടിടത്തും വ്യത്യസ്തമാണ്. അതുകൊണ്ടായിരിക്കാം 5ഉം 10ഉം എന്നുള്ളത്. കാരണം കൽപ്പറ്റയിലാണെങ്കിൽ കൂടുതൽ തുക നൽകേണ്ടി വരും, HMLന്റെ ഭാഗമാണെങ്കിൽ കുറഞ്ഞ തുക മതി എന്നുള്ളതാണ് നമുക്കിപ്പോ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാലും ഈ ഭൂമി ഏറ്റെടുക്കൽ പദ്ധതിയൊക്കെ ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിന്റെ നടുവിലാണുള്ളത്. കാരണം ഈ 2 എസ്റ്റേറ്റുകളും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കാരണം സർക്കാർ തങ്ങൾക്ക് നൽകാനുള്ള നഷ്ടപരിഹാരം നൽകാതെയാണ് ഭൂമി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ HMLന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ എൽസൺ എസ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അവര് ഹൈക്കോടതിയോട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഹൈക്കോടതി അതിൽ ഇവരുടെ 2 പേരുടെയും കാര്യങ്ങളിൽ തള്ളിക്കളഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭൂമി ഏറ്റെടുക്കൽ റദ്ദാക്കണം അല്ലെങ്കിൽ അതിനെ സ്റ്റേ ചെയ്യണം എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാകുക. അതെന്തായാലും ഹൈക്കോടതി അനുവദിക്കുന്ന കാര്യമല്ല. കാരണം നേരത്തെ സർക്കാരിനോട് നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുക്കുവാൻ കോടതി നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് കുറച്ചത് അനിശ്ചിതത്വമുണ്ട്. മാത്രവുമല്ല ഈ എൽസൺ എസ്റ്റേറ്റിൽ 5 സെന്റും അതേപോലെ 1000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ അപ്പോ ഈ ദുരിതബാധിതരിൽ പലരും അത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര ചുരുങ്ങിയ ഇടത്തിൽ വേസ്റ്റ് നിർമ്മാർജ്ജനം പോലും സാധ്യമല്ലാത്ത രീതിയിൽ ഇത്രയും ടൗൺഷിപ്പിൽ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് താമസിക്കുവാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അതിനകത്ത് പ്രധാന കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പിലെ ദേവാലയം അതേപോലെ തന്നെ കളിസ്ഥലങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങൾ ഈ പുനരധിവാസത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. റവന്യൂ മന്ത്രിയായിട്ടുള്ള രാജു അദ്ദേഹം ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. നിർമ്മാണ ചുമതലകൾ അല്ലെങ്കിൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിന്റെ പുനരധിവാസത്തിന്റെ ഉപദേശക സമിതിയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ടൗൺഷിപ്പിന് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് 15 ലക്ഷം രൂപയാണ് സർക്കാർ ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ തുക ചോദിച്ചുകൊണ്ട് പലരും കോടതിയെ സമീപിച്ചെങ്കിലും കോടതി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും ഈ ദുരന്തബാധിതരുടെ അവകാശമല്ല, സർക്കാർ കൊടുക്കുന്ന ഒരു ഔദാര്യമായിട്ട് കണ്ടാൽ മതി എന്നുള്ളതാണ് ഇപ്പൊ കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ട്. ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് പ്രത്യേക പാക്കേജ് തന്നെ സർക്കാരിന്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. 2 എസ്റ്റേറ്റുകളിലും സർവേ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 10 ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് ഈ ഭൂമിയുടെ റിക്കവറിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട്
അപ്പോൾ 10 ഗ്രൂപ്പുകളിലായി തിരിഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ സർവേ പരിപാടികളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദുരന്തം നടന്ന സമയത്ത് ഒരുപാട് സ്പോൺസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ദുരന്ത ബാധിതർക്ക് വീടും സ്ഥലവും ഒക്കെ കൊടുക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സ്പോൺസർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുമായിട്ടുള്ള ചർച്ചയൊക്കെ ഉടനെ തന്നെ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ടീം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവർണർ പുതിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഗവർണർ തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും. അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന് നമുക്ക് അറിയത്തില്ല. യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും പണികളും ഒക്കെ ആരംഭിച്ചെങ്കിൽ മാത്രമേ ഈ ഗവർണർ പറഞ്ഞ ഈ കൃത്യമായ ഈ സമയത്തിനുള്ളിൽ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 10,000-ഓളം അടുപ്പിച്ച് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കേണ്ടതായിട്ടുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഇതിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നമുക്കറിയാം, പുതിയ നമ്മുടെ ഗവർണറായിട്ടുള്ള രാജേഷ് വിശ്വനാഥാണ് ഈ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിൽ ഈ കാര്യം പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് 120 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. കേന്ദ്രം ഏതായാലും അങ്ങനെ ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രവൃത്തി, മൊത്തം 750 കോടിയാണ്. അതിൽ 120 കോടി രൂപ അടിയന്തരമായി തന്നെ കേന്ദ്രത്തിന്റെ സഹായം ഇപ്പോൾ ഈ മുണ്ടക്കൈ ചുരമല ദുരിത ബാധിത പ്രദേശത്തുള്ള അവരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. നമുക്ക് പല വ്യക്തികളുമായിട്ട് നേരിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അവർ വളരെയധികം ആശങ്കയാണ് ഇതിനകത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളത്. കാരണം ഈ സ്ഥലമേറ്റെടുപ്പും കാര്യങ്ങളിലുമുള്ള അനിശ്ചിതത്വം മാത്രവുമല്ല, ഈ പറഞ്ഞ അസൗകര്യങ്ങൾ എത്രത്തോളം അതിനെ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആ ഒരു ടൗൺഷിപ്പിന്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതൊക്കെ വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോഴും പലരും അത് മെന്റലി ഓക്കെ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പലരെയും സർക്കാർ ക്വാർട്ടേഴ്സുകളിലും മറ്റു പലരെ വാടകയ്ക്കും ഒക്കെ പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുടുംബക്കാരുടെ വീടുകളിലും ഒഴിഞ്ഞു കിടക്കുന്ന ബന്ധു വീടുകളിലും ഒക്കെ ആയിട്ടാണ് ഇപ്പൊ പലരും താമസിച്ചു പോരുന്നത്. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം നമുക്കറിയാം, ഒരു കുടുംബം അവരുടേതായിട്ടുള്ള മുഴുവൻ ചുറ്റുപാടുകളിൽ നിന്നും പറിച്ചു മാറ്റപ്പെട്ട് പുതിയൊരു സാഹചര്യത്തിൽ കൊണ്ടുവരെ നട്ടുവെക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ താമസിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ടും ഉള്ള വെല്ലുവിളി അവരെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കാര്യപരിപാടികൾ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന ജനസമൂഹത്തെ ഒരു സമാധാന ജീവിതത്തിലേക്ക് അവരെ ചെന്നെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. കാരണം ഇപ്പോൾ മുമ്പ് ദുരന്തം നടന്ന സമയത്ത് ഒരുപാട് പേര് അവരെ സഹായിക്കാനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നമുക്ക് ഏകദേശം ഒരു 6ഓളം മാസം ആകുന്നു ദുരന്തം കഴിഞ്ഞിട്ട്. ഇപ്പൊ സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ലഭിക്കുന്നില്ല എന്നാണ് ദുരന്ത ബാധിത പ്രദേശത്തുള്ള ചിലരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് ഏകദേശം ഒരു 10-34 കിലോമീറ്റർ അടുത്താണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും മറ്റുള്ളവരുമായിട്ടൊക്കെ ഈ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനൊക്കെ നമുക്ക് സാഹചര്യം ലഭിച്ചിട്ടുണ്ട്, അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെയധികം ഈ പറഞ്ഞ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പലരും മാറി പല ഇടങ്ങളിലായിട്ട് പല കുടുംബങ്ങളും പല സ്പ്ലിറ്റ് ആയി പോയിട്ട് പല സ്ഥലങ്ങളിലും താമസിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും ഇപ്പോഴും നിലവിലുണ്ട്. മറ്റ് സഹായങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ഉള്ളവരെ പുനരധിവസിപ്പിക്കുവാനും അവർക്ക് തൊഴിൽ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചില്ലറമായിട്ടുള്ള കാര്യമല്ല, വലിയ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ കൂട്ടായ പരിശ്രമവും പൊതുസമൂഹത്തിന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ സക്സസ്ഫുള്ളി ഹാൻഡിൽ ചെയ്ത് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതിന് കേരള സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേന്ദ്രത്തിന്റെയും ഉറച്ച പിന്തുണയും മറ്റ് കോർപ്പറേറ്റുകളുടെയൊക്കെയും സഹായവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പുനരധിവാസം സക്സസ്ഫുള്ളി പരിഹരിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന എസ്റ്റേറ്റുകൾക്ക് എതിരെ അവർ ഈ പുനരധിവാസത്തിന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു ആരോപണമൊക്കെ ഇപ്പൊ CPM-ന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതിനകത്ത് കഴമ്പില്ല എന്നുള്ളതാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ട് ആ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന ജനങ്ങളുടെ ഈ ദുരന്തത്തിന്, അല്ലെങ്കിൽ അവരിപ്പോൾ ആ ഒരു വലിയ ദുരന്തം കണ്ട്
വന്ന ഈ ജനത്തിന് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നിത്യേനയുള്ള ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളും കഷ്ടപ്പാടുകളുമാണ് അവർക്കുള്ളത്. അതിൽ നിന്നൊക്കെ അവരെ കരകയറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തമ്മിൽ പോരടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതികൾ അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകും, എവിടെയും എത്തത്തില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവന്നെത്തിക്കും. ഇപ്പോൾ തന്നെ പല കോണുകളിൽ നിന്നും ഈ സർക്കാരിനെതിരെ വിമർശനങ്ങളും പല കാര്യങ്ങളും വരുന്നുണ്ട്. സർക്കാർ ഈ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ക്രമക്കേടുകൾ സർക്കാരിനെതിരെ ആരോപിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, ഈ വ്യക്തികളെ അടക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത കുഴികൾക്ക് ഒരു കുഴിക്ക് 75,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡ് കൊടുക്കുന്നതിന്റെ കണക്കൊക്കെ ഒരുപാട് വല്ലാത്ത വിമർശനങ്ങളാണ് അതൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഈ പദ്ധതി നീണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ ദോഷം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനും സർക്കാർ അനുകൂല സംഘടനകൾക്കും ആണെന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞോട്ടെ. അപ്പോൾ ഈ സർക്കാരിന്റെ ഈ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അതിനു വേണ്ടുന്ന കൈത്താങ്ങുകളും ഈ ജനത്തിന്റെ മാനസികവും ശാരീരികവും അവരുടെ നിലനിൽപ്പും ഒക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾ കൊടുക്കണം. പുനരധിവാസത്തിന് വേണ്ടുന്ന എല്ലാ കൈത്താങ്ങുകളും കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ നമുക്ക് അവരെ നിലനിർത്തുവാൻ, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തെ നമുക്ക് ഒന്നുകൂടി വാർത്തെടുക്കുവാനുള്ള വലിയൊരു യജ്ഞത്തിന്റെ ഭാഗമാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗം കാര്യക്ഷമമായി നടക്കട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ചെറിയ വീഡിയോ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ അറിയിക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ ഒരു സമയത്ത് വളരെയധികം നമ്മൾ ഓരോരുത്തരും ഒരു വലിയ ദുരന്തമായിട്ട് കണ്ട ഒരു സംഭവത്തിന്റെ ഏറ്റവും പുതിയ വിശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണും വരെ ഗുഡ് ബൈ.